ഇന്നത്തെ റെസിപ്പി ഒരു ചമ്മന്തിയാണ്. ഈ ചമ്മന്തി ചോറിൻ്റെയും ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ കഴിക്കാനും നല്ല രുചിയാണ്. കൂടാതെ ഈ ചമ്മന്തി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂണ് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് കുതിരുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം നമുക്ക്. പിന്നീട് ഞാനൊരു 15 ചെറിയ ഉള്ളി എടുത്തിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം അതും ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരിയെടുക്കാം. തണയുന്നതിന് വേണ്ടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു 15 വറ്റൽമുളകാണ് എടുക്കുന്നത്. വറ്റൽമുളകും നമുക്ക് ഇതേ പാനിലേക്കിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതാ വറ്റൽമുളക് 15 എണ്ണം ഉണ്ട്. പാനിലേക്കിട്ട് ചൂടാക്കുന്നുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലോട്ട് തണയുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം. പിന്നീട് ഞാൻ ഒരു മിക്സിയുടെ ജാറെടുത്ത് ഈ വറ്റൽമുളകൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇടികല്ലിലിട്ടിട്ട് അതൊന്ന് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ കൈകൊണ്ട് തിരുമ്മിയെടുത്താലും മതി. പക്ഷെ ഞാൻ മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ജാറിലേക്ക് ഇതുപോലെയാണ് ചതച്ചെടുത്തത്. ഒരു വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും, നമ്മുടെ പുളി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ പുളിയും ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിനാവശ്യമായ ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുക്കാം. ഈ വെളുത്തുള്ളി ഇഞ്ചിയും പുളിയും കൂടി ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ മൂപ്പിച്ച് വെച്ച ആ ചെറിയ ഉള്ളിയും ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. വേണമെങ്കിൽ ഇത് ഒന്ന് കൈകൊണ്ട് തിരുമ്മിയെടുത്താൽ മതി. ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇത്രയേ ചതച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതും ആ വറ്റൽമുളകിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിന് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള നല്ലൊരു ചമ്മന്തിയാണിത്. ഇത് കപ്പൻ്റെ കൂടെ കഴിക്കാനും, കപ്പ പുഴുങ്ങിയിട്ട് കപ്പൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. കൂടാതെ ചോറിനും ഇഡ്ഡലിക്കും നമുക്ക് എന്തിനു വേണമെങ്കിലും കൂടെ ഇത് കഴിക്കുമ്പം നല്ല രുചിയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.